എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് പ്രണയപുഷ്പം എന്ന പ്രണയകഥയുടെ 6ാം ഭാഗമാണ്. ഇന്നു മുതൽ ഞാനും ഈ വീട്ടിലെ ഒരു അംഗമാ, അവൾ ചെറുനർമ്മം കലർന്ന അധികാരച്ചിരിയോടെ പറഞ്ഞു. ഹേയ്, അതല്ലടോ, താൻ ഇത്രയും ദൂരമൊക്കെ ഡ്രൈവ് ചെയ്തു വന്നിട്ട് ഞാൻ എങ്ങനെയാ തന്നെ ബുദ്ധിമുട്ടിക്കുക? താൻ റെസ്റ്റ് എടുത്തോ? ആദി പറഞ്ഞു. അതേ മാഷേ, വെളുപ്പിനുള്ള കോടമഞ്ഞിൽ വണ്ടിയോടിച്ച് ഇവിടെ വരാനും ആരും അറിയാതെ മാഷ് ചാരിയിട്ട വാതിലിലൂടെ അകത്തു കയറാനും മാഷ് കുളിക്കുന്ന തക്കത്തിന് മാഷുടെ അടുക്കളയിൽ കയറി വിറക് കത്തിച്ച് ചായ വെച്ച് മാഷിന് സർപ്രൈസ് തരാനും ഈ ആഷിന് കഴിയുമെങ്കിൽ ഇനി മാഷിന്റെ കൂടെ അടുക്കളയിൽ പാചകത്തിൽ പങ്കുചേരാനും കഴിയും, അവൾ പറഞ്ഞു നിർത്തി. അവളുടെ നിർബന്ധത്തിന് ആദിക്ക് വഴങ്ങേണ്ടി വന്നു. ആദി ചെറുപുഞ്ചിരിയോടെ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. അമ്മയുള്ളപ്പോൾ തന്നെ പാചകം ആദിക്ക് ഇഷ്ടവിഷയമായിരുന്നു. പിന്നീട് ഒറ്റയ്ക്കായപ്പോഴും അതിന് ഒരു കുറവും വന്നില്ല. ആദിയുടെ പാചകകലയുടെ വേഗത വർദ്ധിച്ചിട്ടേയുള്ളൂ. അങ്ങനെയുള്ള ആദിയുടെ വേഗതയ്ക്കൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു അവൾ അടുക്കളയിൽ കാഴ്ചവെച്ചത്. വലിയ പഠിപ്പൊക്കെയുള്ള കുട്ടിയല്ലേ, അവൾക്ക് ഈ അടുക്കള വിഷയത്തിൽ അധികം പ്രാവീണ്യം ഉണ്ടാകുമെന്ന് ആദി വിചാരിച്ചില്ല. പക്ഷെ അവന്റെ ധാരണകളൊക്കെ തകിടം മറിക്കുന്ന തരത്തിലായിരുന്നു അവളുടെ പെരുമാറ്റം. പലപ്പോഴും അവൾ ഓരോന്ന് ചെയ്യുന്നതിന്റെ കൈയടക്കവും വേഗതയും നോക്കി നിൽക്കാനേ ആദിക്ക് സാധിച്ചുള്ളൂ. തന്നേക്കാൾ അറിവോടെ എന്നോണം തന്റെ അടുക്കളയിലെ ഷെൽഫിൽ നിന്നും പൊടികളൊക്കെ എടുത്ത് പാചകം ചെയ്യുന്ന അവളെ ആദി നോക്കി നിന്നുപോയി. അല്പസമയം കൊണ്ട് തന്നെ അവൾ ഈ വീട്ടിലെ വളരെ പഴയൊരംഗമെന്ന പോലെ അവന് തോന്നി. ആഷ്ലിനെല്ലാം അറിയാമല്ലോ, മനോഹരമായി പാചകം ചെയ്യുന്നു. താൻ ചെന്ന് കയറുന്ന വീട്ടിലെ ആ അമ്മയുടെ ഭാഗ്യം. ആദിയുടെ വാക്കുകൾക്ക് അവൾ ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. എന്നിട്ട് വീണ്ടും അവൾ പാചകത്തിൽ ലയിച്ചു ചേർന്നു. സ്പീഡ് മാത്രമല്ല, പാചകകലയിൽ വേണ്ടോളം കൈപുണ്യവും കിട്ടിയിട്ടുണ്ട്. മേശയുടെ ഇരുവശത്തും നേർക്കുനേറിരുന്ന സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ കഴിക്കുന്നതിനിടയിൽ അവൾ തയ്യാറാക്കിയ കറിയുടെ രുചി നുകർന്നുകൊണ്ട് ആദി അവളുടെ മിഴികളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ പുരികമുയർത്തിക്കൊണ്ട് എനിക്കോ എന്ന ഭാവത്തിൽ ആദിയെ നോക്കിക്കൊണ്ട് ചെറുചിരിയോടെ തർശ പറയാതെ ഒന്നുപോയേ മാഷേ എന്നു പറഞ്ഞു. തമാശയൊന്നുമല്ലടോ, ഞാൻ കാര്യം പറഞ്ഞതാ. ആദി അത് പറഞ്ഞതോടൊപ്പം കറികളൊക്കെ സൂപ്പർ എന്ന അർത്ഥത്തിൽ കൈകൊണ്ട് കാണിച്ചു. അത് കണ്ടപ്പോൾ അവളുടെ മുഖം ചുവന്നു. അവരുടെ സംസാരവും പെരുമാറ്റവുമെല്ലാം അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നതിന് കാരണമായി തീർന്നു. അങ്ങനെ അവരുടെ സംസാരത്തിനൊപ്പം അവർ അറിയാതെ തന്നെ അവരുടെ പ്ലേറ്റും കാലിയായി. എന്നാ മാഷേ, ഞാനെന്നാ ഇറങ്ങട്ടെ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉമ്മറത്ത് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അവൾ ആദിയോട് പറഞ്ഞു. അവൾ പോകുകയാണെന്ന് കേട്ടപ്പോൾ ആദിക്ക് എന്തോ നഷ്ടമായൊരു ഫീൽ അനുഭവപ്പെട്ടു. എന്താ പെട്ടെന്ന്? ആദി അക്ഷമയോട് ചോദിച്ചു. ഇല്ല മാഷേ, എനിക്ക് 2-3 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. പിന്നെ തിരിച്ച് അവിടെ ഓടിച്ചെത്തേണ്ടേ, അവൾ പറഞ്ഞു. പിന്നെ അധികം താമസിയാതെ അവൾ ആദിയോട് യാത്ര പറഞ്ഞിറങ്ങി. അവളുടെ ജീപ്പ് കണ്ണിൽ നിന്നും മായുന്നതുവരെ അവൻ ആ മുറ്റത്ത് തന്നെ നിന്നു. രാവിലെ മുതൽ ഉണ്ടായിരുന്ന ഉണർവ് നഷ്ടമായ പോലെ തോന്നി ആദിക്ക്. അവളുടെ സാന്നിധ്യം തന്നെ വേറൊരാളാക്കി മാറ്റുകയായിരുന്നു. ഇത്രയും നാൾ ഒറ്റയ്ക്കാണെന്ന് കരുതി ജീവിച്ച തനിക്കിപ്പോൾ ആരൊക്കെയോ ഉള്ളതുപോലെ. ആദിയുടെ മനസ്സും ചിന്തകളുമൊക്കെ അപ്പൂപ്പൻ താടി കാറ്റത്ത് ലക്ഷ്യമില്ലാതെ അലയുന്നത് പോലെ അലഞ്ഞു. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ അത്രയും ആദിയുടെ മനസ്സ് ശരിയായ ദിശയിലായിരുന്നില്ല. ജോലിയൊക്കെ ഒരു അലസമായി കൈകാര്യം ചെയ്യുന്ന ആദിയെ സഹപ്രവർത്തകർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓരോരുത്തരും എന്തു പറ്റി എന്ന് പലപ്പോഴും ചോദിച്ചപ്പോഴും ഒന്നുമില്ല എന്ന രീതിയിൽ പലതും പറഞ്ഞ് ഒഴിഞ്ഞുമാറി അവൻ. അങ്ങനെ ഒരു ദിവസം ആദി ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്താ തനിക്ക് പറ്റിയത്? ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ, ആദിയുടെ മനസ്സ് മന്ത്രിച്ചു. ആശ്ലിൻ അവളാണോ തന്റെ ഉറക്കം കെടുത്തുന്നത്? ആ, അറിയില്ല. അവൾ തന്റെ ആരാ? ആ, എവിടെന്നോ വന്നു, എവിടേക്കോ പോയി. തന്റെ ആരുമല്ല അവൾ, പക്ഷെ തന്റെ എല്ലാമാണ്. അവളുടെ സാന്നിധ്യം താൻ ആഗ്രഹിക്കുന്നു. അതെ, അവളുടെ സൗഹൃദം താൻ ആസ്വദിക്കുന്നു. കുറച്ചു സമയമേ അവളുമായി ഇടപഴകിയുള്ളൂ എങ്കിലും 1000 വർഷം കൂടെ ഉണ്ടായിരുന്നത് പോലെ. അവൾ യാത്ര പറഞ്ഞു പോയപ്പോൾ മുതലാണ് തന്റെ എല്ലാ മാറ്റങ്ങളും. ആദിയുടെ മനസ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി കുറെ ദൂരം സഞ്ചരിച്ചു. ഒരുപാട് ചിന്തകൾക്കൊടുവിൽ ആദി തന്റെ മനസ്സിനെ തിരികെ എത്തിച്ചു. ആദിയുടെ മേശവലിപ്പിൽ നിന്നും അവൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന അവളുടെ കത്തുകൾ അടങ്ങിയ ഡയറി പേഴ്സ് എടുത്തു. അതിൽ നിന്നും അവൾ തനിക്കായി എഴുതിയ കത്തുകൾ ഓരോന്നായി എടുത്ത് വായിക്കാൻ തുടങ്ങി. ഓരോന്ന് വായിക്കുമ്പോഴും അവളെ ഒരുപാട് മിസ് ചെയ്യുന്നത് പോലെ തോന്നി അവന്. അങ്ങനെ കുറച്ചുനേരം അവളുടെ കത്തുകളിൽ ലയിച്ചിരുന്നപ്പോൾ അവളുടെ മധുരനാദം കേൾക്കാനൊരു മോഹം അവനിൽ വളർന്നു. പെട്ടെന്ന് തന്നെ ആദി തന്റെ മുന്നിൽ മേശപ്പുറത്തിരിക്കുന്ന ടെലിഫോൺ ഡയറക്ടറി എടുത്തു. അതിൽ ആൻസ് ബെത്ലഹേമിന്റെ ഒഫീഷ്യൽ നമ്പർ തിരഞ്ഞു. ഒരുപാട് തിരച്ചിലിനൊടുവിൽ അവന്റെ കൺമുന്നിൽ തെളിഞ്ഞു ബെത്ലഹേമിന്റെ ഫോൺ നമ്പർ. അവന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ കണികകൾ വിരിഞ്ഞു. ഒപ്പം അവന്റെ മുഖം പ്രസന്നമായി. ഡയറക്ടറിയിൽ നോക്കി ഓരോ നമ്പറും കറക്കി ഡയൽ ചെയ്യാനായി റിസീവർ എടുക്കുന്നതിന് മുന്നേ ട്രിങ് ട്രിങ് ഫോൺ ശബ്ദിച്ചു.
ഷേ. വളരെ സന്തോഷത്തോടെ ഫോൺ ചെയ്യാൻ ഒരുങ്ങിയ ആദിക്ക് ഒരു തടസ്സമെന്ന നിലയിൽ കോൾ വന്നപ്പോൾ അവന് ദേഷ്യം വന്നു. ആദി, ഇതാരാ ഈ നേരത്തെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോണിന്റെ റിസീവർ എടുത്തു. ഹലോ, ഇത്തിരി ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഹലോ, നാഷണൽ ടൈംസിന്റെ ഓഫീസല്ലേ? ആദിയെ ഒന്ന് കിട്ടുമോ? അപ്പുറത്തു നിന്നും ഒരു കിളിനാദം. ഹലോ, ആദ്യ സംസാരിക്കുന്നേ. ആരാ ഇത്? ഓഹ്, മാഷായിരുന്നോ? കിളിനാദം ഒഴിഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ആദിയുടെ മനസ്സ് ഉണർന്നു. അവൻ അറിയാതെ തന്നെ അവന്റെ വായിൽ നിന്നും ആഷ്ലിൻ എന്ന പേരുച്ചരിച്ചു. ആഷ്ലിൻ, താനായിരുന്നോ? ആദി സന്തോഷം മറച്ചുവെക്കാതെ ചോദിച്ചു. അതെ മാഷേ, വെറുതെ ഇരുന്നപ്പോൾ മാഷിനെ ഒന്ന് വിളിക്കാൻ തോന്നി. ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഓഹ് റിയലി? യാ, ഡയറക്ടറി എടുത്ത് നമ്പർ കണ്ടുപിടിച്ച് അവിടേക്ക് ഡയൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടേക്ക് തന്റെ കോൾ വന്നത്. അതാണ് മാഷേ, മാഷ് മനസ്സിൽ കാണുമ്പോൾ ഞാനത് മാനത്ത് കാണും. അതെ അതെ, ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, മാഷെന്താ എന്നെ വിളിക്കാൻ നോക്കിയത്? അതോ അത് പിന്നെ ചുമ്മാ ഇരുന്നപ്പോൾ? പിന്നെ തന്റെ കത്തുകൾ കണ്ടപ്പോൾ? അല്ല പിന്നെ, താൻ അന്ന് പോയിട്ട് പിന്നെ ഒരു വിവരവും അറിഞ്ഞില്ലല്ലോ. പിന്നെ അന്ന് എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നോ? കുറച്ചു വൈകി, എന്നാലും സുഖമായി എത്തി. എങ്ങനെ പോകുന്നു മാഷെ, ജോലിയും എഴുത്തുമെല്ലാം? എല്ലാം സാധാരണ പോലെ പോകുന്നു ആഷ്ലിൻ. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ? വർഗീസ് സാറൊക്കെ സുഖമായിരിക്കുന്നില്ലേ? അതെ മാഷെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇനി എന്നാണ് ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങുക? വരാം മാഷെ, ഒഴിവ് കിട്ടുമ്പോൾ ഇറങ്ങാം. അങ്ങനെ ഓരോന്ന് ചോദിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും അവരുടെ സംസാരം നീണ്ടുപോയി. അങ്ങനെ അന്നു മുതൽ കത്തുകളിലൂടെയുള്ള സംസാരം മാറി ഫോൺ കോളുകളായി. എല്ലാ ദിവസവും അവളുടെ കോൾ അവന് വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഹലോ, ആ ആഷ്ലിൻ ഇന്നെന്താ നേരത്തെ? ഓഫീസിൽ ഇരിക്കുമ്പോൾ പതിവിന് വിപരീതമായി നേരത്തെ അവളുടെ കോൾ വന്നപ്പോൾ അവൻ ചോദിച്ചു. ആ മാഷേ, അല്ല, മാഷിന്ന് ഫ്രീ ആണോ? അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ ചോദിച്ചു. എന്താ ആഷ്ലിൻ, എന്താ കാര്യം? ആദ്യ ഉദ്വേഗത്തോടെ ചോദിച്ചു. മാഷ് ഫ്രീ ആണെങ്കിൽ ഒന്നുലാൽ മെമ്മോറിയൽ പാർക്കിലേക്ക് വരാമോ? ഓഹ്, താൻ അവിടെയുണ്ടോ? അതെ, മാഷ്ക്ക് ഫ്രീ ആണെങ്കിൽ ഒന്നുവാ, ഞാൻ അവിടെ ഉണ്ടാകും. ഒരു 10 മിനിറ്റ്. ഇപ്പൊ വരാം. എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ഓക്കെ, ബൈ. ആദി ഫോൺ വെച്ചു. വേഗം തന്നെ മേലുദ്യോഗസ്ഥനോട് പുറത്തു പോകുകയാണെന്ന് പറഞ്ഞ് അവൻ അവന്റെ ബൈക്കും എടുത്ത് ടൗണിലുള്ള അവൾ പറഞ്ഞ പാർക്കിലേക്ക് വിട്ടു. 10 മിനിറ്റിന്റെ ദൂരം 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്ത് അവൻ അവിടെ എത്തി. പാർക്കിന്റെ കവാടത്തിന് സൈഡിലായി അവൻ ബൈക്ക് ഒതുക്കി വെച്ചു. ബൈക്കിൽ നിന്നും ഇറങ്ങിയ ആദി അടുത്തു തന്നെ അവളുടെ ജീപ്പ് കിടക്കുന്നത് കണ്ടു. അവന്റെ മുഖം വിടർന്നു. വള്ളി പോലെ പടർന്നു പന്തലിച്ച ഇലകളും പൂക്കളും നിറഞ്ഞ് ഒരു ആർച്ച് പോലെയുള്ള പാർക്കിന്റെ മെയിൻ കവാടം കടന്ന് അവൻ അകത്തേക്ക് കയറി. ആ നേരത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞ പൂന്തോട്ടങ്ങളും പിള്ളേർക്ക് കളിക്കാൻ പാകത്തിനുള്ള ചെറിയ റൈഡുകളും ആ പാർക്കിൽ ഉണ്ടായിരുന്നു. ആദ്യം അവിടെ ആകമാനം അവളെ നോക്കി, പക്ഷെ അവളെ അവിടെ കണ്ടില്ല. അങ്ങനെ അവന്റെ മിഴികൾ ആ പാർക്കിന്റെ വർണ്ണശോഭയിൽ അവളെ തേടി അലയുമ്പോൾ അങ്ങ് കുറച്ചുമാറി ഒരു വാഗമരച്ചുവട്ടിൽ ചുവന്ന പരവതാനി പോലെ കൊഴിഞ്ഞുവീണ പുഷ്പങ്ങൾക്ക് മുകളിൽ ഒരു ഇളം റോസ് അനാർക്കലിയുടെ വസ്ത്രത്തിൽ തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ രൂപം അവന്റെ മിഴികളിൽ തെളിഞ്ഞു. അവളെ കണ്ട സന്തോഷത്തിൽ ആദി ആ ചുവന്ന പരവതാനിയിലൂടെ അവൾക്കരികിലേക്ക് നടന്നു നീങ്ങി. അവളുടെ അടുത്തേക്ക് അടുക്കും തോറും ആദിയുടെ മിഴികളിൽ അവളിരിക്കുന്ന വീൽചെയർ കൂടി തെളിഞ്ഞു വന്നു. ആ കാഴ്ച അവന്റെ കാലുകൾ നിശ്ചലമാക്കി. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.